ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് പ്രോഫറ്റ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് സയൻസ് പറയുമ്പോൾ അതിനുള്ളിലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് മതം പറയുന്നു. സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചാണ്, മെക്കാനിസം ഓഫ് ഗോഡ്. എന്നാൽ മതം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഉദ്ദേശമാണ്, പർപ്പസ് ഓഫ് ഗോഡ്. സയൻസ് ജീവന്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നു, മതം മനുഷ്യൻ എന്ന തുടക്കത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വീഡിയോ തീരുന്നത് വരെ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. സയൻസിന് മനുഷ്യന്റെ രൂപമാറ്റങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഡാർവിന്റെ എവല്യൂഷൻ തിയറി തെറ്റാണെന്നൊന്നും എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല കേട്ടോ. പക്ഷെ ബുദ്ധി, വിവേകം, ചിന്താശക്തി ഇതെവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ സയൻസ് സൈലന്റ് ആണ്. ഒരു ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ 98% DNA സാമ്യമുണ്ടെന്ന് സയൻസ് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ബാക്കിയുള്ള വെറും ആ 2% കൊണ്ടാണ് മനുഷ്യൻ ഈ കണ്ട ലോകം മുഴുവൻ കീഴടക്കിയത്? ഇനി അതല്ല, അള്ളാഹു മനുഷ്യനെ തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണോ മനുഷ്യനായത്? ഇവിടെയാണ് ആദം അലൈഹിസ്സലാം എന്ന റവല്യൂഷൻ, വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യനെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ്. നമ്മളത് ഭക്ഷിക്കുന്നു, എന്നിട്ട് അത് നമ്മുടെ കോശങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ നോക്കിയാൽ ഇന്നും നമ്മൾ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ നേരത്തെ ഭക്ഷണവും നമ്മളെ വീണ്ടും 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 മണ്ണിൽ നിന്ന് തന്നെയല്ലേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെയാണ് സയൻസ് ബയോകെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി വേറൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടുള്ള മൂലകങ്ങളാണ് ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഇരുമ്പ്. ഇതൊക്കെ ഇതേ സെയിം മൂലകങ്ങൾ തന്നെയാണ് ഭൂമിയിലുള്ള മണ്ണിലുള്ളത്. സോ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക്കലി ക്ലാഷ് ഇല്ലാത്ത ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അള്ളാഹു ആദം നബിയെ തിരഞ്ഞെടുത്തു എന്ന് സൂറ ആൽ ഇംറാനിൽ 33-ാമത്തെ ആയത്തിൽ പറയുന്നത് ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പേ ഒരുപക്ഷെ മനുഷ്യ സമാനമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ അവരിൽ നിന്ന് സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിന്താശേഷിയും ആത്മാവും ഉത്തരവാദിത്വവും നൽകപ്പെട്ട ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരിക്കാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സയൻസ് പറയുന്ന ശാരീരിക വികാസം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രോസസ് ആയിരിക്കാം, ഘട്ടങ്ങളായിരിക്കാം. ഖുർആൻ 3:33 പറയുന്ന പോലെ നൂഹ് നബിയെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നാണ്. ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ജനതയിൽ നിന്നാണ്. അപ്പൊ ഇതേ വചനത്തിൽ തന്നെ ആദ്യം പറയുന്ന ആദം നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തത് അന്ന് നിലനിന്നിരുന്ന ഏതോ ഒരു വിഭാഗത്തിൽ നിന്നായിരിക്കണം. കാരണം ഒരാൾ പോലും ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്നത് ഭാഷാപരമായിട്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കളക്ഷൻ ഉണ്ടെങ്കിലേ അവിടെ സെലക്ഷൻ, തെരഞ്ഞെടുപ്പ് എന്നതിന് പ്രസക്തിയുള്ളൂ. ഇവിടെയാണ് സയൻസ് പറയുന്ന മനുഷ്യ സമാനമായിട്ടുള്ള രൂപങ്ങൾ എന്നതിന് പ്രസക്തി വരുന്നത്. ഖുർആനിൽ ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിയോഗിക്കുകയാണോ? അന്ന് ആദം നബി വന്നിട്ടില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ മലക്കുകൾക്ക് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കഴിയില്ല. എന്നിട്ടും മലക്കുകൾ രക്തം ചിന്തുന്നവർ എന്ന് വിളിക്കണമെങ്കിൽ അത്തരം സ്വഭാവമുള്ള ജീവികളെ അവര് മുമ്പേ ഭൂമിയിൽ കണ്ടിട്ടുണ്ടാവണം. അതായത് ആദം നബിക്ക് മുമ്പേ ഭൂമിയിൽ മനുഷ്യ സമാനമായ, എന്നാൽ ബോധമോ വിവേകമോ ഉത്തരവാദിത്തമോ ചിന്താശേഷിയോ ഇല്ലാത്ത ജീവികൾ, വർഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം.